ഇതെന്താണ് Hello, good morning, everyone. Hello, good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. And yes, Good morning, ma'am. good morning. Good morning, ma'am. Good morning. Good morning, ma'am. എങ്ങനെയുണ്ടായിരുന്നു മഴയൊക്കെ? How did you feel it? Good, ma'am. Good. Good. But the rain is raining as a cat and dogs. അല്ലേ? Yes. Just Yes, too ma'am. heavy. And now, good morning, all of everybody. Good morning, everyone. And we have studied about, in the former class, we had studied about which one? We studied about Nouns. Parts of speech. parts of speech. in parts of speech. We discussed about which noun, right? Noun. And this noun is differentiated into Two. Countable and uncountable. Countable and countable and uncountable. അല്ലേ? കൗണ്ടബിൾ എന്നും അൺകൗണ്ടബിൾ എന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? കൗണ്ടബിൾ എന്താണെന്നും അൺകൗണ്ടബിൾ എന്താണെന്നും നമുക്ക് അറിയാൻ പറ്റും. Quantified. We can quantified with a number is called countable, and we can't quantified Is uncountable. with an amount അല്ലേ? With an amount. ഒരു എമൗണ്ടിലാണ് നമുക്കതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെ നമുക്ക് അൺകൗണ്ടബിൾ എന്ന് പറയാനായിട്ട് പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഈ കൗണ്ടബിളിനെയും അൺകൗണ്ടബിളിനെയും വീണ്ടും എന്തിട്ടുണ്ട്? അഗെയിൻ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആസ് അൺകൗണ്ടബിൾ into 3 അല്ലേ? Which are they? Yes. Proper noun. ഞാൻ ചോദിക്കാം, പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കാം. അനുബാജോസ്. Yes, ma'am. അനുബാജോസ്. Yes, And ma'am. we had already studied about countable nouns are distinguished into 3. Yes. Which are they? Proper noun, common noun, and collective noun. Okay, very good. And Devika, what is this proper noun? Devika, can you hear me? What I'm saying? Yes, ma'am. Then we studied about proper noun and this features and its functions. What is proper noun? Noun. Proper noun. Countable noun. Proper noun. May is a girl and is my country. That's the example ആണ്. Anyone? Jida, can you explain? Hello. Jida. Ma'am, explain the proper noun ആണോ? Yes, proper noun. Proper noun we have names ആണ് നമ്മള്. അപ്പൊ മായ ഈസ് എ ഗേൾ എന്ന് പറഞ്ഞാൽ മായയാണ് പ്രോപ്പർ നൗൺ ആയിട്ട് വരിക.
അതുപോലെ തന്നെ നെയിംസ്, പ്ലേസ്, സ്റ്റേറ്റ് അങ്ങനെയൊക്കെ വരുന്ന സ്പെസിഫൈഡ് ആയിട്ട് നമ്മുടെ നെയിമിനെയാണ് പ്രോപ്പർ നൗണില് സെറ്റ്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോ ഈ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ എന്താണ് പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നൗൺ അല്ലേ? അതായത് ഒരു കോമൺ എന്താണ് അവിടെ എന്താണ് സ്പെസിഫൈ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നു. ആ നൗണ് സ്പെസിഫിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദേവിക മനസ്സിലായോ? അപ്പോ നൗണിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് പ്രോപ്പർ നൗൺ വരുന്നത്. ഓക്കെ, ആൻഡ് ദ കോമൺ നൗൺ. പിന്നെ അനദർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പ്രോപ്പർ നൗണിന്റെ? വേറൊരു ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ പ്രോപ്പർ നൗണിന്റെ. വേറെ ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്? പ്രോപ്പറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കുള്ളൂ? ക്യാപിറ്റൽ അല്ലെ? ക്യാപിറ്റൽ ലെറ്റർ ആണ് അല്ലെ? അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, ഇനി വാട്ട് ഇസ് കോമൺ നൗൺ? കോമൺ നൗൺ ദിവ്യ? Yes, ma'am. Common noun, there is use of general name. Example, okay. She is a girl. There will be use she or he, etc. Okay, okay. അല്ലെ? അപ്പൊ കോമൺ നെയിം കോമൺ നൗൺ എന്ന് പറയുന്നത് വി ആർ റീപ്ലേസിംഗ് ദാറ്റ് സ്പെസിഫിക്കേഷൻ അല്ലെ? ആ സ്പെസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. പകരം എന്ത് ഉപയോഗിക്കുന്നു? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സ്പെസിഫിക്കേഷൻ വി ആർ യൂസിങ് ഷീ, ഹി, ഷീ അല്ലെ? ദാറ്റ്, ഇറ്റ്, ദേ അല്ലെ? ഇതെല്ലാം വി, ഔർ അല്ലെ? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സ്പെസിഫിക്കേഷൻ, ആ സ്പെസിഫിക്കേഷന് പകരമായിട്ട് നമ്മൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലോ? ഇനി വാട്ട് ഇസ് ദ തേർഡ് വൺ? യെസ് യെസ്, കളക്റ്റീവ് നൗൺ അല്ലെ? അപ്പൊ കളക്റ്റീവ് നൗണില് എന്താണ് കളക്റ്റീവ് നൗൺ? വാട്ട് ഇസ് ദ ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ്? Group of similar മ്യൂട്ട് ചെയ്യണേ. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ചോദിക്കാം കേട്ടോ. അയാൾ മാത്രം. അഖിൽ ബാബു, ഹലോ ഹലോ, എന്താണ് അത് ഈ മൂന്നാമത്തെ നൗൺ എന്താണെന്ന് പറയോ? കളക്റ്റീവ്. ഓക്കെ, അഖിൽ അഖിൽ ഒന്ന് ജെസി ജോബി ആൻഡ് പ്രിയങ്ക രാജേഷ് എല്ലാരും മ്യൂട്ട് ചെയ്യുക. ഞാൻ വിളിക്കുന്ന ആള് മാത്രം ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അഖിൽ ബാബു, വാട്ട് ഈസ് കളക്റ്റീവ് നൗൺ? You have an idea about that collective noun, അല്ലേ? അല്ലേ? എന്താണ് നിങ്ങളുടെ ഐഡിയ എന്താണോ ആ ഐഡിയ ഒന്ന്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് അല്ലേ? എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് എന്താണ്? ഞാൻ വിളിച്ചോളാം. ജെസ്സി ജോബി, പ്രിയ, അഖിലിനൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റോ എന്താണ് കളക്റ്റീവ് നോൺ എന്ന്? അത് ഞാനിപ്പോ കേറിയുള്ളൂ, ഈ ക്ലാസ് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ കേറിയുള്ളൂ ഞാൻ. ഇനി അടുത്ത ക്ലാസ് മുതൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ പ്രിയ?
ആ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. ക്ലാസ്സിലുണ്ടാകുന്നെങ്കിൽ കളക്റ്റീവ് നൗണിനെ കുറിച്ച് അറിയണമായിരുന്നല്ലോ ആ ആ അല്ലെ? A group similar class അങ്ങനെയല്ലേ? അതല്ലേ a group of similar classes. Agil, a group of similar classes including in this എക്സാമ്പിൾ എന്ന് collective. പറയുമ്പോ ഫാമിലി അല്ലെ ടീം, ഒരു കൂട്ടം എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത്. അതന്നെ, ഒരു കൂട്ടം, ഒരു കളക്ഷൻ അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഫാമിലി എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് മെമ്പേഴ്സ് ആർ ഇൻക്ലൂഡിങ് ഇൻ ദാറ്റ് ഫാമിലി അല്ലെ. പല മെമ്പേഴ്സും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഫാമിലിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു ടീം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പ്ലേയേഴ്സ് ആർ ഇൻക്ലൂഡിങ് ദർ അല്ലെ. അതില് ധാരാളം പ്ലേയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തെന്നാണ്? ഒരു ഫാമിലിയാണ് അല്ലെ. ഓക്കെ, മനസ്സിലായില്ലേ? മാം ഇനി അപ്പൊ ഹലോ, ഇതിന് എക്സാമ്പിൾ ഉണ്ടോ? അതിന് എക്സാമ്പിൾ ആണ് ഞാൻ ഫാമിലി, ടീം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഓക്കെ. എക്സാമ്പിൾ കേട്ടോ. എന്താണ് ഒരു കൂട്ടം, ക്രൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറെന്റ് പീപ്പിൾസ് ആർ ഇൻക്ലൂഡിങ് ദർ അല്ലെ. ഡിഫറെന്റ് പീപ്പിൾസ് അല്ലേ അവിടെ വരുന്നത്. ഇപ്പോഴാണല്ലോ ഒരു ക്രൗഡായിട്ട് അവിടെ വരുള്ളൂ അല്ലേ സന്ധ്യ? നിങ്ങളൊക്കെ എനർജറ്റിക് ആണോ എന്ന് അറിയാനാണ് രാവിലെ തന്നെ എല്ലാവരും. ഓക്കെ ഓക്കെ. ഇനി the second is uncountable nouns is also differentiated into two. What are they, Amrita? അബ്സ്ട്രാക്ട് ആൻഡ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന് വേറൊരു പേര് പറയുമല്ലോ. മെറ്റീരിയൽ നൗൺ. ഓ, ദാറ്റ്സ് മെറ്റീരിയൽ നൗൺ അല്ലേ. അബ്സ്ട്രാക്ട് നൗൺ എന്താന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് വെച്ചാൽ എന്താ? അത് ഇൻടാഞ്ചിബിൾ ആയിരിക്കും. ഐഡിയാസ്, ക്വാളിറ്റീസ്, കണ്ടീഷൻസ് ഒക്കെ. എക്സാമ്പിൾ വരുന്നത് ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഹാപ്പി. ഓക്കെ ഓക്കെ അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? we can touch, we can hear, we can't taste, smell അല്ലെ. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഒന്നും തന്നെ എന്തിനുണ്ടാവില്ല? അബ്സ്ട്രാക്ട് നൗണിൽ ഉണ്ടാവില്ല അല്ലെ. നമുക്ക് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ തൊടാനോ ഒന്നും അബ്സ്ട്രാക്ട് നൗണിന് സാധിക്കില്ല. അതൊരു ജസ്റ്റ് ഫീലിംഗ് അല്ലെ. അതൊരു ജസ്റ്റ് ഫീലിംഗ് ആണത്. അതുകൊണ്ടാണ് ഇതിനെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ആൻഡ് other is concrete അല്ലെ. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് അബ്സ്ട്രാക്ട് അല്ലെ. അബ്സ്ട്രാക്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളൂ അല്ലെ. നമ്മുടെ മുന്നിൽ കാണുന്നതും തൊടാൻ പറ്റുന്നതുമായിട്ടുള്ള വസ്തുക്കളൊക്കെ എന്ത് തന്നെയാണ്? കോൺക്രീറ്റ് നൗൺ ആണ്. ഓക്കെ ആയില്ലേ? മാം പറഞ്ഞോളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ? ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ പറഞ്ഞതൊക്കെ ഒന്നും കൂടി പതുക്കെ പറഞ്ഞുതരോ? ഇതൊക്കെ ഞാൻ പതുക്കെ പറയണോ അല്ലേ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെ തിരിയില്ല, അതുകൊണ്ടാണ്. ഇംഗ്ലീഷ് തിരിയില്ല. എവിടെ മുതലാണ് അറിയേണ്ടത്? ഈ അബ്സ്ട്രാക്ട് നൗണിന്റെ മീനിങ് അല്ലെ. അബ്സ്ട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ അതിന് തൊടാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ ഒരു സംഭവമാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ചിലപ്പോ എന്താണ് ഈ പറഞ്ഞ ഹാപ്പി അല്ലെ, സന്തോഷം അല്ലെ. ആ സന്തോഷത്തിൽ നമുക്ക് ചെന്ന് തൊടാനായിട്ട് പറ്റുമോ? ഇല്ലേ. ദാറ്റ് ഇസ് ജസ്റ്റ് എ ഫീലിംഗ് അല്ലെ. അതൊരു ഫീലിംഗ് ആണ് അല്ലെ. സന്തോഷം വരും. ആ ഫീലിംഗ് നമ്മുടെ മുഖത്തൊക്കെ കാണാൻ, നമുക്ക് മുഖത്ത് സന്തോഷത്തിന്റെ ആ പുഞ്ചിരിയൊക്കെ ഉണ്ടാവും. അതിന്റെ ആ സിംറ്റംസ് ഉണ്ടാവുന്നല്ലാതെ അപ്പോഴാണ് നമുക്ക് ആ ഹാപ്പി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ജസ്റ്റ് എ ഫീലിംഗ് അല്ലെ. നമ്മുടെ ഉള്ളിൽ നിന്നൊരു ജസ്റ്റ് എ ഫീലിംഗ് പുറത്തേക്ക് വരും, അത്രേ ഉള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ ഹാപ്പി ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ പ്രോസ്പെറസ് ആയിക്കോട്ടെ, അങ്ങനെ സമൃദ്ധി കേട്ടാ. പ്രോസ്പെറസ് എന്ന് വെച്ചാൽ സമൃദ്ധി അല്ലെ. ഇതെല്ലാം ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ആ ഫീലിങ്സ് അതൊക്കെ ഉൾപ്പെടുന്നത്. നമുക്ക് കാണാനും കേൾക്കാനും തൊടാനൊന്നും സാധിക്കാത്ത നൗൺസ് ആണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അത് മനസ്സിലായോ അനു? അത് മനസ്സിലായി. രണ്ടാമത്തെയോ? കോൺക്രീറ്റ് എന്ന് പറയുന്ന സമയത്ത് കോൺക്രീറ്റ് നേരെ വിപരീതമാണ് അബ്സ്ട്രാക്ടിന്റെ. നമുക്ക് തൊടാനും കാണാനും കേൾക്കാനും ടേസ്റ്റ് ചെയ്യാനും സ്മെൽ ചെയ്യാനും ഒക്കെ എന്തിനു പറ്റും? ഈ പറഞ്ഞ കോൺക്രീറ്റ് നൗണിന് പറ്റും അല്ലെ. ഒരു ചെയർ എടുത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം ഒരു ചെയർ എടുത്തിട്ട് വരില്ലേ? വരും അല്ലേ.
ആ ഒരു എന്താണ് ഒരു ടേബിളിനെ കുറിച്ച് വിവരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലേ? അല്ലെ, അതിന് 4 കാലുണ്ട് അല്ലെ, അതായത് നമ്മൾ കാണുന്നതുകൊണ്ടാണല്ലോ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. ആണ് അല്ലെ. പക്ഷെ നേരെ അബ്സ്ട്രാക്ട് നൗണിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അത്ര ഉള്ളൊരു വ്യത്യാസം. ഓക്കെ താങ്ക് യു മാം. ഓക്കെ, ഇനി നമ്മള് അടുത്തത്, അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. നൗൺസിന്റെ എന്താണ് ഈ പറഞ്ഞ അൺകൗണ്ടഡ് നൗൺസ്, കൗണ്ടബിൾ നൗൺസ്, ഇതെല്ലാം ചേർന്നിട്ട് ആ നൗൺസിന്റെ ഇത് അങ്ങോട്ട് കഴിഞ്ഞു. Next is we are studying about pronoun. ഇതിനെ കുറിച്ച് നമ്മള് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. എവിടെ വരെ എടുത്തു? മാമിന് ഡെമോൺസ്ട്രേറ്റീവ് ചെയ്യുന്നത് വരെ പ്രോനൗണും ഒബ്ജക്റ്റീവ് pronoun. ആ അതായിക്കോട്ടെ. Pronoun മുതൽ ഒന്നുകൂടി പറഞ്ഞു തരും. ഏതാണ്? ആ പ്രൊനൗൺ മുതൽ തുടങ്ങി വെച്ചായിരുന്നു, പക്ഷെ അത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് പറയുമോ? പ്രൊനൗൺ എന്തായാലും എടുക്കും കേട്ടോ. ഞാൻ ഒന്നുകൂടി ഞാനത് പറഞ്ഞു തരും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ ഇല്ലേ? ഒരു മിനിറ്റ്. അപ്പോ ഈ പ്രോനൗൺ എന്ന് പറയുന്നത് എന്താണ്? പ്രോനൗൺ ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ശരിക്കും. എന്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്? ഒരു നൗൺ അല്ലെ, ഒരു നൗണിന് പകരമായിട്ട് അല്ലെ, നൗണിന് പകരമായിട്ട് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ അല്ലെ, അവോയ്ഡ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ ടു ഗെറ്റ് റിഡ് ഓഫ് അല്ലെ, ഒഴിവാക്കാൻ. എന്തൊഴിവാക്കാൻ? ടു ഗെറ്റ് റിഡ് ഓഫ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ നൗൺ അല്ലെ. എന്താണ്? നൗണിന്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെ. അതിന് പകരമായിട്ട് ദാറ്റ് റീപ്ലേസസ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്തിട്ട്, നൗണിനെ അവിടെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോനൗൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അല്ലെ. ഇപ്പോ ഞാൻ നേരത്തെ പറയുന്ന എന്താണ്? മിഥുൻ is a student. ഞാൻ വീണ്ടും എനിക്ക് എഴുതാൻ ഇവിടെ സ്ഥലമില്ല കേട്ടോ. പോയി. മിഥുൻ, ഞാൻ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മിഥുൻ is a Student. student. Midun is a student. Midun loves Football. Midun is handsome. Midun is handsome അല്ലെ. അപ്പൊ മിഥുനെ കുറിച്ച് ഞാൻ ഇങ്ങനെ മിഥുൻ മിഥുൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൗൺ അല്ലെ. ഇവിടെ നൗൺ എന്തെന്നാ? മിഥുനാണ് ഇവിടുത്തെ നൗൺ ഫോം എന്ന് പറയുന്നത് അല്ലെ. ഈ നൗൺ എന്ത് ചെയ്യുന്നു? ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പീറ്റേഷൻ അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ റിപ്പീറ്റേഷൻ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം അല്ലെ. ഈ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോനൗൺ അല്ലെ. നമുക്ക് പ്രോനൗൺ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ അവിടെ. അപ്പൊ മിഥുൻ ആണായതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഹി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ എഴുതുമ്പോ മിഥുൻ ഈസ് എ സ്റ്റുഡന്റ്, ഹി ലവ്സ് ഫുട്ബോൾ.
ആൻഡ് ഹീസ് ഹാൻസം അല്ലേ? Handsome. കൊടുത്തൂടെ അങ്ങനെ? അപ്പൊ ആ റിപ്പീറ്റേഷൻ എന്ത് ചെയ്തു? റിപ്പീറ്റേഷൻ വി അവോയ്ഡ് ദാറ്റ് റിപ്പീറ്റേഷൻ അല്ലെ? ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കിയാണ് അവിടെ ചെയ്തത്. പകരം നമ്മൾ എന്ത് വെച്ചു? ഇതിന് പകരമായിട്ട് നമ്മൾ ഹി എന്ന് യൂസ് ചെയ്തു. ഓക്കെ ആയോ? ഇപ്പൊ ഇവിടെ എന്താണ്? ഇപ്പൊ ഞാൻ എന്താണ് വേറൊരു എന്താണ് മായ എന്നാണെങ്കിലോ റിപ്പീറ്റ് ചെയ്തതിന് മായ എന്ന നൗൺ ആണെങ്കിലോ അവിടെ എന്ത് ഉപയോഗിക്കാം? ഷീ അല്ലേ? ആ ഇനി മായ ആൻഡ് രമ എന്നാണെങ്കിലോ They. അവർ അല്ലേ? ഒന്നിൽ കൂടുതലുണ്ട് അല്ലെ? അപ്പൊ ദേ അപ്പൊ അത്രയും അങ്ങനെ ഉപയോഗിച്ചാൽ മതി അല്ലേ? നിങ്ങൾ, ഞങ്ങൾ, അവർ എന്നൊക്കെ എന്താണ്? അവൾ, അവൾ എന്നൊക്കെ നമുക്ക് എന്തിനു പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം? നൗണിന് പകരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഇത് ഓക്കെ ആയെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ ആയെങ്കിൽ തമ്പിടുക. Yes, ma'am. Yes, ma'am. ഓക്കെ ഓക്കെ. മാം ഒന്നുകൂടെ പറയോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ. ഈ പ്രോനൗൺ എന്ന് പറഞ്ഞത് ഒന്നും കൂടി പറയണം കേട്ടോ. പ്രോനൗൺ എന്തിന് പകരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ? പകരം, അല്ലെങ്കിൽ ഇൻസ്റ്റഡ് എന്ന് പറയാ, ഇൻസ്റ്റഡ് ഓഫ് എന്ന് പറയാ. മനസ്സിലായോ? അതിനിപ്പോ വേറെ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ വേറെ വാക്ക് എന്താണ്? ഇൻസ്റ്റഡ് ഓഫ്. എന്താണ്? റീപ്ലേസ് ചെയ്യാൻ. റീപ്ലേസ് ചെയ്യുക അല്ലെ? അല്ല, പകരം എന്നുള്ളതിന് വാക്കാണ്. റീപ്ലേസ് ചെയ്യുന്ന വെച്ചാല് അവോയ്ഡ് ചെയ്യുക എന്നാണല്ലോ നമ്മൾ അർത്ഥമാക്കുന്നത്. അതിനെ മാറ്റുക അല്ലെ? അല്ലെങ്കിൽ റീപ്ലേസിന്റെ മറ്റൊന്ന് ഗെറ്റ് റിഡ് ഓഫ് അല്ലെ? ഗെറ്റ് റിഡ് ഓഫ്. ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാല് റീപ്ലേസ് അല്ലെ? ഒഴിവാക്കുക എന്നുള്ള അർത്ഥത്തിനാണ്. ഒഴിവാക്കുക, അതാണ് ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ചാല്. കേട്ടോ, മനസ്സിലായില്ലേ? ഈ സബ്സ്റ്റിറ്റ്യൂട്ടും എന്താണ് ഇൻസ്റ്റഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? പകരം, അതിന് പകരം എന്നുള്ളത് കേട്ടോ. എന്താണ്? അപ്പൊ ഈ പ്രോനൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ? അപ്പൊ എന്താണ്? നൗണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്, പ്രോനൗൺ എന്താണ്? അതന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അല്ലെ? അതിനെ റീപ്ലേസ് ചെയ്തതിന് ശേഷം നൗൺ റീപ്ലേസ് ചെയ്യുക. നൗണിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? He or she. അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോനൗൺ അല്ലെ? പകരം എന്ത് ചെയ്യുക? പ്രോനൗൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവിടെ. മനസ്സിലായോ? അതാണ് അവിടെ. അപ്പൊ നൗൺ എന്ന് പറയുന്നത് ഇപ്പോ എന്താണ്? രജനി. രജനി എന്നുള്ള ഒരു പേര് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ആ റിപ്പീറ്റേഷൻ നമ്മൾക്ക് എന്ത് ചെയ്യണം? വേണ്ട അല്ലെ? റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കണം അല്ലെ? ആ രജനി എന്ന് പറയുന്ന പേരിന്റെ റിപ്പീറ്റേഷൻ വീണ്ടും വീണ്ടും സെന്റൻസിൽ ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബോറിംഗ് ആവും അല്ലെ? അപ്പൊ ആ റിപ്പീറ്റേഷൻ എന്ത് ചെയ്യാം? ഒഴിവാക്കണം അല്ലെ? എന്താണ് get rid of that repetition അല്ലെ? To avoid that repetition we are using pronouns. പകരമായിട്ടാണ് പ്രോനൗൺ ചേർക്കുന്നത്. രജനി എന്ന് പറയുന്നത് എന്തായതുകൊണ്ട്? സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ ഗേൾ അല്ലെ? എന്ത് ഉപയോഗിക്കുന്നു? ഷീ എന്ന് ഉപയോഗിക്കുന്നു അല്ലെ? പകരം രജനിക്ക് പകരം രാജനായിരുന്നെങ്കിലോ ഉപയോഗിക്കുന്നു അല്ലെ? രജനി ആൻഡ് രാജൻ എന്നാണെങ്കിലോ? ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ മാഡം, അപ്പൊ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ പ്രൊനൗൺ ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് നൗൺ എഴുതിയാൽ മതിയോ? സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ നൗൺ അല്ലെ? എന്തിനു വേണ്ടിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അല്ലെ? മനസ്സിലായില്ലേ? ടു അവോയ്ഡ് ദ റിപ്പീറ്റേഷൻ ഓഫ് നൗൺ, ദാറ്റ് ഈസ് പ്രോനൗൺ. ഓക്കെ ഓക്കെ ഇല്ലേ? ഓക്കെ മാം. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് പ്രോനൗൺ.
അടുത്ത നമ്മള് പ്രോണൗണിന്റെ ഓരോ പാർട്ടുകളിലേക്കുമാണ് പോകുന്നത്. ടൈപ്സ് ഓഫ് പ്രോണൗൺ. പ്രോണൗണിന്റെ പല വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് പ്രോണൗണിന്റെ വിഭാഗങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ പ്രോണൗൺ. And the second is reflexive or emphatic. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? Third is demonstrative. അയ്യോ, ആരാണ് അവിടെ? ഒന്ന് രണ്ടാമത്തെ പോയി ഒന്ന് പറയാമോ? പോയോ? ആ രണ്ടാമത്തെ പോയി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ഓക്കെ. സെക്കൻഡ് ഈസ് റിഫ്ലെക്സീവ്. Reflexive or emphatic. കേട്ടോ, reflexive or emphatic pronoun. എഴുതിയോ? Okay. And the third is demonstrative. Third is demonstrative. And the fourth is distributive. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് എല്ലാവർക്കും കേൾക്കാനും ഇതൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇതാ indefinite. ഇത്രയും വരെ എഴുതിയോ? ഇത്രയും വരെ ഒന്ന് നോട്ട് ചെയ്യൂ എല്ലാവരും. റിഫ്ലെക്സീവ്. ഓക്കെ. ഫസ്റ്റ് വൺ എന്തായിരുന്നു മാം? ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ പ്രോണൗൺ. പേഴ്സണൽ. ഓക്കെ ഇല്ലേ? ഓക്കെ. Indefinite and reciprocal, interrogative, and relative. Okay, reciprocal pronoun, interrogative pronoun, and relative pronoun. Okay അല്ലേ? എല്ലാവരും നോട്ട് ചെയ്തു അല്ലേ? ഞാൻ തന്നോളാം, നോട്ട് തന്നോളാം. എന്നാലും നിങ്ങളൊന്ന് വെറുതെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് എഴുതി വെക്കാം കേട്ടോ. ഇനി ഫസ്റ്റ് ഈസ് പേഴ്സണൽ പ്രോനൗൺ. ഫസ്റ്റ് ഈസ് പേഴ്സണൽ പ്രോനൗൺ. ആ പേഴ്സണൽ പ്രോനൗൺ എന്ന് വെച്ചാല് used instead of the names of person അല്ലെ? എന്താണ്? names of person അല്ലെ? names of person പകരമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇതിന് പകരമായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ പേഴ്സണൽ പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു പേഴ്സന്റെ പേര് എന്നല്ല, നെയിം ഓഫ് പേഴ്സൺ അല്ലെ? അതില് 3 തരത്തിലുള്ള പേഴ്സൺസ് ഉണ്ട്. നെയിംസ് ഓഫ് പേഴ്സൺസ് അല്ലെ? പേരുകൾ എന്ന് പറയുമ്പോൾ നിങ്ങള് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ പേരുകളുടെ ഇതായിട്ടല്ല ഇവിടെ പറയണത്. 3 types of persons are in English. They are first one is first person. കേട്ടിട്ടുണ്ടാവും അല്ലെ? First person, second person, and third person. ഇതാണ് ഈ 3 പേഴ്സണെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഏതൊക്കെയാണ് പേഴ്സൺസ്? നമ്മൾ ഉദ്ദേശിച്ച പേഴ്സൺസ് ഏതാണ്? First person, second person, second person and third person. ഇനി
ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐ വരും ഫസ്റ്റ് പേഴ്സണിൽ, വി വരും, മീ വരും, അസ് വരും, മൈ വരും, മൈൻ വരും, അവർ വരും, ഔസ് വരും. ഐ, വി, മീ, അസ്, മൈ, മൈൻ, അവർ, അവേഴ്സ് അല്ലെ? ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഫസ്റ്റ് പേഴ്സണില്. ഫസ്റ്റ് പേഴ്സണില് വരുന്നതാണ്. അതായത് ഐ എന്ന് പറയുമ്പോൾ എന്താണ് ഐക്ക്? ഒരു പൊസസീവ്നെസ് ഇല്ലേ ഐക്ക്? ഇല്ലേ? പൊസസീവ് ആണ് അല്ലെ? എല്ലാവരും പൊസസീവ് ആണ് അല്ലെ? അതുകൊണ്ടാണ് വയലാർ രാമവർമ്മ എന്താ എഴുതിയത്? ഒരു അല്ലെ എഴുതിയത്? എന്താ എഴുതിയത്? പഠിച്ചിട്ടില്ലേ? പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ വയലാർ രാമവർമ്മയുടെ. ഒരുപാട് പാട്ടുകളില്ലേ രാമവർമ്മയുടെ? കേട്ടിട്ടില്ലേ അങ്ങനെ ഒരാളെ കുറിച്ച് വയലാർ രാമവർമ്മ? ഞാൻ എന്ന ഭാവങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ല. ഇല്ല അല്ലെ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലേ? ആഹാ. ആ അപ്പൊ എങ്ങനെയാണ്? ഞാൻ എന്ന ഭാവങ്ങളെ, ഹൃദയത്തിൻ ഭാവങ്ങളെ. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ട് നോക്കട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അതെ, ഓക്കെ, താങ്ക്സ്. വെൽക്കം. നന്നായിട്ട് പാടിയിട്ടു മാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടിയൊക്കെ പഠിക്കാം കേട്ടോ ഇടയ്ക്കൊക്കെ അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോ ഫസ്റ്റ് പേഴ്സൺ വരുന്നത് ഐ, വി, മീ, അസ്, മൈ, മൈൻ, അവേഴ്സ് അല്ലെ? ഞാൻ പറയണ ഞാൻ അല്ലെ? ഇത് എന്റെ പേനയാണെന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എന്താണ്? എനിക്കെന്തുണ്ട്? എനിക്കെന്താ ഉള്ളത്? അയ്യോ, ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ട് അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ പേഴ്സണൽ പ്രോനൗൺ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു പൊസസീവ് പ്രോനൗൺ എഴുതണം കേട്ടോ. രണ്ടാമത്തെ പൊസസീവ് ആണ് കേട്ടോ. ഞാൻ റിഫ്ലെക്സ് അല്ലേ എഴുതി തന്നത്? അതെ മാം. അതിനിടയില് രണ്ടാമത്തത് പൊസസീവ് ആണ് കേട്ടോ. തേർഡ് ആണ് റിഫ്ലെക്സീവ് വരുന്നത് കേട്ടോ. പൊസസീവ് കഴിഞ്ഞിട്ടാണ് റിഫ്ലെക്സ്. എല്ലാവരും ഒന്ന് തിരുത്തണം കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ ആക്കിയോ എല്ലാവരും? ശരിയാക്കി. അതെ, ഞാൻ പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞില്ലേ? ഞാൻ ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് എഴുതിയില്ലേ? ടൈപ്സ് ഓഫ് പ്രോനൗണില് പേഴ്സണൽ പ്രോനൗൺ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തത് പൊസസീവ് പ്രോനൗൺ എന്ന് എഴുതണം കേട്ടോ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞത് പൊസസീവ് ആണ്. മൂന്നാമത്തെയാണ് റിഫ്ലെക്സ് ആൻഡ് മറ്റേ എന്താണ് റിഫ്ലെക്സീവ് ആൻഡ് കേട്ടോ. എംപാറ്റിക് മൂന്നാമത്തെ കേട്ടോ. ഓക്കെ ആയില്ലേ? അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി, നോട്ട് ചെയ്താൽ മതി. ഷാന ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ അപ്പൊ? ഓക്കെ മാം. ഓക്കെ ഓക്കെ. അപ്പൊ ടോട്ടൽ 9 ആണോ മാം? 9 വരും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് പേഴ്സണൽ പ്രോനൗണിൽ എന്തൊക്കെ പറഞ്ഞു? പേഴ്സണൽ പ്രോനൗണില് എന്താണ് ഏതൊക്കെ പേഴ്സൺസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആണ് ഐ അല്ലേ? ഐ എന്ന് പറയുമ്പോഴെന്ന് ഞാൻ അല്ലേ? ഞാൻ എന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്താണ് ഈ ഐയിലാണ് എന്താണ് ഐ ഉണ്ട് അല്ലെ? അത് കഴിയുമ്പോ തന്നെ വേറെ എന്ത് വരുന്നു? വി അല്ലേ? ഒരു ചാനൽ വെച്ച് കൊടുക്കണം. ഈ വിയിൽ എന്തുണ്ട്? അയ്യോ ഒന്ന് കാഷ്ടം പറയോ? ചന്ദന മ്യൂട്ട് ചെയ്തിട്ടില്ല. മ്യൂട്ട് ചെയ്യൂ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യും അല്ലേ? നമുക്ക് വീട്ടിലുള്ളതൊക്കെ നമുക്ക് കേൾക്കാം അല്ലേ? വീട്ടിൽ പറയണ ഒക്കെ ഇവിടെ ഞങ്ങള് കേട്ടു. എല്ലാരും മ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഈ വി എന്ന് പറയുമ്പോൾ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഞങ്ങളിൽ ഈ ഞാനില്ലേ അല്ലേ?
ഉണ്ട് അല്ലെ? ഈ ഞങ്ങൾ എന്ത് പറയാനും ഞാനുണ്ട്. മീ എന്ന് പറയുമ്പോഴോ എനിക്ക് അല്ലെ, ഇതെന്റെയാണ്, എനിക്കാണിത് അല്ലെ. ആ ഡ്രസ്സ് എനിക്ക് മേടിച്ചേക്കണേ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് നമ്മുടെ ഒരു അധികാരം അവിടെ കാണിക്കേണ്ട, ഒരു അതോറിറ്റിയാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. അസ് അല്ലെ, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ വീടാണ് അല്ലെ. അപ്പൊ അതിനകത്ത് എന്തും ആരുൾപ്പെട്ടു? ഞാനും ഉൾപ്പെട്ടു. മൈ, എന്റെ എന്ന് പറയുമ്പോഴും ഇത് എന്റെ പേനയാണ് അല്ലെ, ഇതെന്റെ കാറാണ്, ദിസ് ഈസ് മൈ കാർ എന്ന് പറയുമ്പോൾ അത് അവിടെയും എന്ത് വന്നു? ഒരു ഓണർഷിപ്പ് വന്നു കഴിഞ്ഞു. ഇനി മൈൻ എന്ത് പറയുമ്പോൾ, മൈൻ എന്ന് പറയുമ്പോഴോ അതും എന്റേതാണ് അല്ലെ. അവർ, ഈ അവർ ഞങ്ങളുടെ എന്ന് പറയുമ്പോഴോ അത് ഞങ്ങളുടെ, നേരത്തെ പറഞ്ഞു ഇത് ഞങ്ങളുടെ വീടാണ് അല്ലെ. ദിസ് ഇസ് അവർ ഹൗസ് അല്ലെ, എന്താണ് ഞങ്ങളുടെ ഹൗസ് ആണ് അല്ലെ. അതിലും ആരുൾപ്പെട്ട് കഴിഞ്ഞു? ഞാൻ എന്ന് ഉൾപ്പെട്ട് കഴിഞ്ഞു അല്ലെ. ഞാൻ വന്നു കഴിഞ്ഞു അല്ലെ. അപ്പോ ഈ ഞാൻ എന്നുള്ള ഈ എന്താണ് ഇത് വന്നത് കൊണ്ടാണ് ഈ ബിയും അസും ഔറും ഒക്കെ എന്തിൽ ഉൾപ്പെട്ടത്? All of you please mute. എന്നാലേ എല്ലാവർക്കും കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ. കേൾക്കാൻ പറ്റുന്നില്ല മാം. Please cooperate with me. All of you mute the അല്ലെ. നിങ്ങളെ പോലെ തന്നെ എല്ലാവരും കേൾക്കാനിരിക്കണതല്ലേ ക്ലാസ്. അപ്പൊ അവരോട് കൂടി നമ്മളും കൂടി ഒന്ന് സഹകരിച്ചാലല്ലേ എല്ലാവർക്കും ക്ലാസ് കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ല കുട്ടികളായിട്ടിരിക്കുക കേട്ടോ എല്ലാവരോടെ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറയുമ്പോ മാത്രം അൺമ്യൂട്ട് ചെയ്യാ. എന്താണ് ചെയ്യാ? നിവേദ്യ ഷാജി അറിയാണ്ട് കൈ കൊണ്ടത്, എന്താ? അറിയാതെ കൈ കൊണ്ടുപോയതാ. ഓക്കെ സാരില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞല്ലേ, ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംശയം തോന്നാം, ടീച്ചർ എന്താണ് ബിയും അവറും ഇതൊക്കെ, ഈ അവറ് അല്ലെ അസ്തൊക്കെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് പേഴ്സണിൽ വന്നതെന്നൊരു സംശയം തോന്നിക്കൂടെ? തോന്നാം എല്ലാവർക്കും അല്ലെ. എന്തിനാണ് ഇതിനെ ഉൾപ്പെടുത്തി വെച്ചേക്കണത്? ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ ആവേണ്ട കാര്യം എന്താണ് അല്ലെ? ആദ്യത്തെ പ്രിഫറൻസ് ഇതിനൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ എന്ന് പറയുമ്പോൾ, ഞങ്ങളുടേതെന്ന് പറയുമ്പോഴല്ലേ ഇതിനൊക്കെ എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുക്കണം? എന്താണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴൊക്കെ ഈ ഫസ്റ്റ് പേഴ്സണിൽ കൊണ്ടുവന്നിട്ടേക്കണം എന്തിനാണെന്ന് ഒരു ചോദ്യം വരും അല്ലെ. ആ ചോദ്യത്തിന് ഉത്തരമാണ് അതിലെല്ലാം ആരുൾപ്പെട്ടിരിക്കുന്നു? ആരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു? ഇൻ ദാറ്റ് വേർഡ് ഐ ഓൾസോ ഇൻക്ലൂഡഡ് അല്ലെ. ഞാൻ ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് വൺ അല്ലെ. അതിൽ ഒരാളായിട്ട് ഞാൻ ഉൾപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്നതിന്റെ എല്ലാത്തിനും ഞാൻ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ബിയും മസ്സും ഔസും ഒക്കെ എന്തിൽ വന്നിരിക്കുന്നത്? ഫസ്റ്റ് പേഴ്സണില് വന്നത്. ഇനി സെക്കൻഡ് പേഴ്സൺ, സെക്കൻഡ് ആയിരിക്കുള്ളൂ. സെക്കൻഡ് പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ സെക്കൻഡ് ആരാണ്? ഞാൻ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? യു. യു അല്ലെ, നീയാണ് അല്ലെ. യു, യുവർ, യുവർ സെൽഫ് അല്ലെ. യുവർ സെൽഫ് വരട്ടെ കേട്ടോ. യു, യുവർ, യുവേഴ്സ് അല്ലെ. എന്താണ് നീ എന്നും നിങ്ങളുടേത് അല്ലെ. എന്താണ് നിങ്ങളുടെ എന്നും നിങ്ങളുടേത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? സെക്കൻഡ് പേഴ്സൺ ആവുമ്പോഴാണ് അല്ലെ. ആ നീ അവിടെ ഉൾപ്പെട്ടത് കൊണ്ട് അല്ലെ. നീ എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്താണ് പ്രിഫറൻസ് ആണ് അല്ലെ. ആ രണ്ടാമത്തെ ഒരു എന്താണ് ആ കാറ്റഗറിയിലാണ് നീ എന്ന് പറയുമ്പോൾ. ഞാൻ എന്ന് പറയുമ്പോഴും നീ എന്ന് പറയാം. അപ്പോ രണ്ട് ഡിഫറൻസിയേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ സെക്കൻഡ് പേഴ്സണിൽ ഉൾപ്പെടുന്നത് ആരാണ്? യു, യുവർ ആൻഡ് യുവേഴ്സ്. ആൻഡ് ദ തേർഡ് പേഴ്സൺ അല്ലെ. തേർഡ് പേഴ്സണിൽ വരുന്നത് ആരൊക്കെയാണ്? തേർഡ് പേഴ്സണിലെ എന്താണ്? തേർഡ് പേഴ്സൺ ഇനി വന്നത് നീയും ഞാൻ ഒക്കെ കഴിഞ്ഞാൽ അവൻ അവളൊക്കെ വരുള്ളൂ. ഷീ, ഹി, ഹിസ്,
ഹിം, ഹെർ, ഹേഴ്സ്, ഇറ്റ്, ഇറ്റ്സ്, ദയർ എന്നൊക്കെ വരും അല്ലേ? അപ്പോ എന്താണ് അവൾ എന്നും അവളുടെ എന്നും അവളുടേത് എന്നും അവന്റെ എന്നും എന്താണ് ഹിസ് അവന്റെ എന്നും ഹിം അവനെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അതിന്റെ എന്നും അല്ലെ? അതൊക്കെ അല്ലെ? അതെന്നും അതിന്റെ എന്നും അവരെന്നും അവരെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അവരുടേതെന്നൊക്കെ പറയുന്നത് ആരായിട്ടാണ്? തേർഡ് പേഴ്സൺ ആയിട്ടാണ് അതിനെ എടുക്കുന്നത്. അപ്പോ എന്താണ് പ്രോണൗൺസിൽ അല്ലെ? അതായത് പേഴ്സണൽ പ്രോണൗൺസില് എന്താണ് 3 persons ആർ ഇൻക്ലൂഡിങ് അല്ലെ? 3 persons ഇൻക്ലൂഡിങ് ആണ് അല്ലെ? അപ്പൊ പേഴ്സണൽ പ്രോണൗൺ എന്ന് വെച്ചാൽ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിംസ് ഓഫ് പേഴ്സൺ അല്ലെ? എന്താണ് പേഴ്സന്റെ നെയിംസിന് പകരമായിട്ടാണ് നമ്മൾ പേഴ്സണൽ പ്രോണൗൺസ് ഉപയോഗിക്കുന്നത് അല്ലെ? ആ പേഴ്സണൽ പ്രോണൗൺസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? എന്താണ് ഞാൻ പറയുന്ന എന്റെ പേര് പറയുമ്പോൾ അതിന് പകരമായിട്ട് ആ പേരിന് പകരം വേണം എന്താണ് ഞാൻ എന്ത് ഉപയോഗിക്കുന്നു? ഐ ഉപയോഗിക്കുന്നു അല്ലേ? ഉപയോഗിക്കൂലേ? റാണി അല്ലേ? റാണി ഈസ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ? റാണി നല്ല സുന്ദരിയാണെന്ന് പറയാൻ അല്ലേ? യു ആർ എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞൂടെ? യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പറ്റൂലേ നമുക്ക്? അറിയാം അല്ലേ? അത് തന്നെ. ആ ഒരു ഇതിലാണ് പറയുന്നത് അല്ലെ? ഇനി നമുക്ക് അതിന് പകരമായിട്ട് എന്താണ് നമുക്ക് വേറെ എന്ന് വെച്ചാല് ഇതെല്ലാം അവന്റെ ബുക്കാണ്. ഇത് അവന്റെ ബുക്കാണ്. ഇത് അവന്റെ ബുക്കാണ്. അല്ലേ? ഹിസ് ബുക്സ് എന്ന് ഉപയോഗിക്കുന്നില്ലേ? അവന്റെ ബുക്ക് എന്ന് ഉപയോഗിക്കുന്നു അല്ലേ? അപ്പൊ അവിടെ നമ്മൾ തേർഡ് പേഴ്സണിൽ യൂസ് ചെയ്യുന്നില്ലേ? തേർഡ് പേഴ്സൺ യൂസ് ചെയ്യുന്നു അല്ലെ? അപ്പോ അതിന് 3 കാറ്റഗറീസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺസിന് 3 കാറ്റഗറീസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് പേഴ്സൺ ആൻഡ് സെക്കൻഡ് ഈസ് തേർഡ് പേഴ്സൺ, സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ അല്ലെ? അങ്ങനെ 3 വിഭാഗങ്ങൾ അല്ലെ? ഈ ഫസ്റ്റ് പേഴ്സണിൽ ആരൊക്കെയാണ്? ഐ ഉണ്ട്, വി ഉണ്ട്, മൈ ഉണ്ട്, മൈൻ ഉണ്ട്. അതല്ലേ? മൈൻ ഉണ്ട്, ഔർ ഉണ്ട്, അവേഴ്സ് ഉണ്ട്. ഇനി സെക്കൻഡ് പേഴ്സണിലേക്ക് വരുമ്പോൾ യു ഉണ്ട്, യുവർ ഉണ്ട്, യുവേഴ്സ്. ഇനി തേർഡ് പേഴ്സണിലേക്ക് വരുമ്പോ ഹി ഉണ്ട്, ഷീ ഉണ്ട്, ഹെർ ഉണ്ട്, ഹിസ് ഉണ്ട്, ഹേഴ്സ് ഉണ്ട്, ഹിം ഉണ്ട്, ഇറ്റ് ഉണ്ട്, ഇറ്റ്സ് ഉണ്ട്, ദേ ഉണ്ട്, ദയർ ഉണ്ട് അല്ലെ? ദയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി വരുന്നതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ക്ലിയർ? Don't you understand? Have you any doubt in this part? അപ്പൊ ഞാൻ എപ്പോ ചോദിച്ചാൽ എന്ത് ചെയ്യണം? തേർഡ് പേഴ്സൺ ഏതാണ് എന്ന് ചോദിച്ചാൽ പറയാൻ തയ്യാറാവണം. അടുത്ത ക്ലാസ്സിൽ തന്നെ ഞാൻ ചോദിക്കുമ്പോ തേർഡ് പേഴ്സൺ ഏത്, ഫസ്റ്റ് പേഴ്സൺ ഏത്, സെക്കൻഡ് പേഴ്സൺ ഏത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതെ, you should recognize which is first person and which is third person and which is first person and what is personal pronoun. In which time the personal pronoun is using അല്ലെ? ഏത് ടൈമിലാണ് പേഴ്സണൽ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടി അല്ലെ, എപ്പോഴാണ്, എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ? And the possessive pronoun and the second one is possessive അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ മാം പ്രൊനൗൺ പറഞ്ഞു കഴിഞ്ഞ് സബ്ജക്റ്റ് പ്രൊനൗണും ഒബ്ജക്റ്റ് പ്രൊനൗണും പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതെങ്ങനെ റിലേറ്റഡ് ആവുന്നത്? ഏത്? മാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാം കേട്ടോ. സബ്ജക്റ്റ് പ്രോനൗണും ഒബ്ജക്റ്റ് പ്രോനൗണും അല്ലെ? അതിലേക്ക് ഞാൻ വരാം. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം കേട്ടോ. അതിലൊരു സംശയം വെക്കണ്ട കേട്ടോ. അപ്പോ നമുക്ക് ഈ പ്രോനൗണിനെ തന്നെ നമുക്ക് സബ്ജക്റ്റ് പ്രോനൗൺ എന്നും ഒബ്ജക്റ്റ് പ്രോനൗൺ എന്നും തരംതിരിക്കാം കേട്ടോ. എന്തായിട്ട് തരംതിരിക്കാം? സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് പ്രോനൗൺ. സബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്? ഐ
called ഈ പേഴ്സണൽ പ്രൊനൗണിൽ വരില്ലേ ഒബ്ജക്റ്റും സബ്ജക്റ്റും? വരും കേട്ടോ. ഐ കോൾഡ് മേരി അല്ലെ, ഞാനൊരു എക്സാമ്പിൾ അന്നേരത്ത് പറഞ്ഞത് ഐ കോൾഡ് മേരി ആണ് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്, ഞാൻ ആർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്? മേരിക്കാണോ? പ്രാധാന്യം ഞാൻ ഇവിടെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വെർബ് പറഞ്ഞത് അല്ലേ? ആണ്. അപ്പോ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ മേരിയാണ് ഇവിടെ കോൾഡ് മേരി, അതെന്നുള്ളത് ഒബ്ജക്റ്റ് ആണ് അല്ലെ. അതായത് ഈ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാ, പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറയുന്നത് ഐ കോൾഡ് മേരി, ഞാൻ മേരിയെ വിളിച്ചു അല്ലെ. ഞാൻ എന്താണ് ഞാൻ എന്റെ മേരിക്ക് പകരം ഞാൻ എന്ത് ഉപയോഗിക്കുന്നു? നമുക്ക് പ്രൊനൗൺസ് ഉപയോഗിക്കാം അല്ലെ. പ്രൊനൗൺ എന്ന് പറയുമ്പോ മേരിനെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹെർ ആയിട്ട് ഉപയോഗിക്കാം അല്ലെ. അതായത് തേർഡ് പേഴ്സണിലല്ലേ വരുന്നത്? അതെ അല്ലെ, തേർഡ് പേഴ്സൺ അല്ലെ. അപ്പൊ ഞാൻ അവളെ വിളിച്ചു നോക്കണം അല്ലെ. ഞാൻ മേരിയെ വിളിച്ചു എന്നുള്ളത് ഞാൻ അവളെ വിളിച്ചു എന്നുള്ള ഒരു ഒബ്ജക്റ്റ് എന്താണ് മേരി എന്ന് പറയുന്ന ആ നൗണിനെ നമ്മള് എന്താണ് പ്രൊനൗൺ കൊടുത്തിട്ട് അതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, നമ്മള് അതിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്ത് വരും? ഐ കോൾഡ് ഹെർ, അവളെ വിളിച്ചു എന്ന് ആകും. എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഞാനില്ലേ ഐ എന്നുള്ളത് യു ആണ് എഴുതി തന്നത് നിങ്ങൾക്ക്. യെസ് മാം, യു ആയിരുന്നു. അത് നീയാക്കണം കേട്ടോ. ഐ മീ കേട്ടോ, എനിക്കുന്നുള്ളതാവും. അത് ഇവിടെ പേഴ്സണൽ പ്രൊനൗൺസിലേക്ക് വരുമ്പോൾ കേട്ടോ, ഇത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ആയി ഒബ്ജക്റ്റ് എന്താവും? മീ. എനിക്കുന്നാവും. മനസ്സിലാവും? ഇനി യു എന്ത് തന്നെയാവും? യു തന്നെയാണ്. ഹി എന്താവും? ഹിം ആകും അല്ലെ. ഷീ എന്താവും? ഹെർ ആവും. ഇത് തന്നെ അസാവും. ആരെങ്കിലൊക്കെ ഉണ്ടോ? ജിത മ്യൂട്ട് ചെയ്യണേ ജിത. എന്ത് ചെയ്യും? യു എന്താവുന്നുണ്ട്? യു തന്നെ ആവുന്നുണ്ട്. ഹി എന്താവുന്നുണ്ട്? ഹിം ആവുന്നുണ്ട്. ഷീ ഹെർ ആവുന്നു. ഇറ്റ് ആവുന്നു. വി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും ഒബ്ജക്റ്റ്? അതേ എന്താവും? ദം ആകും കേട്ടോ. ഞാൻ ഇന്നെ നോട്ട് തന്നിട്ടില്ലല്ലോ. നൗൺ വരല്ലേ തന്നിട്ടുള്ളൂ. എന്താണ്? ദമ്മാവും കേട്ടോ. ഓക്കെ ഇല്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാനൊരു എക്സാമ്പിൾ തരാം. അത് നിങ്ങൾ ഒന്ന് ഒബ്ജക്റ്റീവ് പ്രോനൗൺ, ഇത് സബ്ജക്റ്റ് ആണ് ഞാൻ എഴുതുന്നത്. സബ്ജക്റ്റ് പ്രോനൗൺസ് ആണ് ഇത്. ദ സ്റ്റുഡൻസ് കെയിം ഓൺ ടൈം. ഇത് ഞാൻ പറയുന്ന ആളൊന്ന് ഒബ്ജക്റ്റ് പ്രോനൗണിലേക്ക് ഒന്നാക്കണം കേട്ടോ. ജെസി ജോബി ഉണ്ടല്ലോ. ജെസി ജോബി. ശ്രീഹരി ശ്രീഹരി ഇതൊന്ന് ഇതാക്കിയേ, ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആക്കിയേ. ദ സ്റ്റുഡൻസ് അല്ലേ. ദ സ്റ്റുഡൻസ് കെയിം ഓൺ ടൈം എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്. അത് സബ്ജക്റ്റ് പ്രോനൗൺ ആണ് അല്ലെ. ഇതിന് ഒബ്ജക്റ്റ് പ്രോനൗൺ ആയിട്ട് എഴുതുന്ന സമയത്ത് എന്ത് വരും? ദ സ്റ്റുഡൻസ് അല്ലേ.
the students എന്ന് പകരം നമുക്ക് എന്തെഴുതാം? They ബാക്കി പറ, സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യൂ. അതന്നെ പറഞ്ഞു. they സ്റ്റുഡൻസ് എന്ന് പറയോ ശ്രീഹരി? സ്റ്റുഡൻസ് നമ്മൾ മാറ്റിക്കളയേ ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഒബ്ജക്റ്റ് അവിടെ ചേർക്കുന്നു അല്ലെ? കുട്ടികൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ എന്ന് പറയും. വിദ്യാർത്ഥികൾക്ക് പകരം നമ്മൾ എന്ത് ചേർക്കുന്നു? ഒബ്ജക്റ്റ് പ്രോനൗൺ. എന്താ ചേർക്കുന്നത് ശ്രീഹരി? നമ്മൾ അല്ലെ? എന്ത് ചേർത്തു? ദ സ്റ്റുഡൻസ് എന്നുള്ളത് അല്ലെ? ആ സ്റ്റുഡൻസിന് പകരം നമ്മൾ എന്ത് ചേർക്കാം? സ്റ്റുഡൻസിന് പകരം ഒന്ന് ചേർക്കത്. സബ്ജക്റ്റ് പ്രോനൗണിൽ എന്ത് ചേർക്കാം? ദേ അല്ലേ? അല്ലെ? സെയിം ഓൺ ടൈം അല്ലെ എന്നുള്ളത് ഞാൻ എഴുതി അല്ലെ? മാം സബ്ജക്റ്റ് മാത്രമേ അല്ലേ ഒബ്ജക്റ്റിലോട്ട് മാറുന്നുള്ളൂ, വേറെ വെർബ് ഒന്നും മാറുന്നില്ലല്ലോ? ഇല്ല, വേറെ വെർബ് ഒന്നും മാറില്ല. ഇനി I spoke to the students. I spoke to the students അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു they came on the time അല്ലെ? അപ്പൊ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്താണ്? I spoke to the students എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലേക്ക് വരുമ്പോ എന്ത് വരും? ഞാൻ എന്താണ് എല്ലാത്തിലും നമുക്ക് മലയാളം ആലോചിക്കാനൊന്നും പറ്റുന്നില്ല അല്ലെ? എന്നാൽ I spoke the students അല്ലെ? ഞാൻ വിദ്യാർത്ഥികളോട് അതന്നെ ഞാൻ സംസാരിച്ചു എന്നല്ലേ ഇവിടെ പറയണ. അപ്പോ അത് നമ്മള് ഒബ്ജക്റ്റീവ് പ്രോനൗണിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? അവരോട് സംസാരിച്ചു. വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് പറഞ്ഞു കേട്ടോ. I spoke to them. Okay, very good. ക്ലിയർ ആയല്ലോ? Clear ആയി മാം. Yes ma'am, clear. ഇനി പൊസസീവ് അല്ലെ? അടുത്തതാണ് കേട്ടോ പൊസസീവ് പ്രോനൗൺ എന്ന് വെച്ചാല് പൊസസീവ്നെസ് ആണ് അല്ലെ? എന്തിനാ ഒരു പൊസസീവ് ആണ് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എന്ന് പറയുമ്പോൾ പൊസസീവ് ആണ് അല്ലെ? അപ്പൊ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ട്? ഒരു ഓണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യോടെ അല്ലെ? സ്വന്തം എന്നത് അത് ആ ഓണർഷിപ്പാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള ഇതിനെയാണ് പൊസസീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. എന്തിനാണ് പൊസസീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്? ഒരു വരുന്നത് അതന്നെ ഓണർഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ? അതായത് ദിസ് ഈസ് മൈ ബുക്ക്. അപ്പൊ എന്ത് വന്നു? ഇതെന്റെ ബുക്കാണ് അല്ലെ? ഇതെന്റെ ബുക്കാന്ന് പറഞ്ഞപ്പോ ഈ മൈ എന്നുള്ളത് അല്ലെ? എന്റെ അല്ലെ? അപ്പോ അതൊരു ഓണർഷിപ്പ് ആണ് അല്ലെ? അപ്പോ എന്താണ് ഇപ്പോ ഐ എന്നുള്ള ഇത് എന്തിലേക്ക് വരുമ്പോൾ? പൊസസീവിലേക്ക് വരുമ്പോൾ മീ എന്നാവുന്നു അല്ലെ? അതായത് ഇവിടെ സബ്ജക്റ്റ് ആണിത് ഐ എന്നുള്ളത്. ഒബ്ജക്റ്റ് വരുമ്പോൾ എന്താവുന്നു? മീ ആവുന്നു. ഒബ്ജക്റ്റീവ് പ്രോനൗണിലേക്ക് വരുമ്പോ മീ ആവുന്നു. ഒരു പൊസസീവ്നെസ്സിലേക്ക് വരുമ്പോ പൊസസീവ് അല്ലെ? നമ്മൾ പഠിച്ചു ഐ മീ എന്നൊക്കെ പഠിച്ചില്ലേ? സബ്ജക്റ്റ് ഒബ്ജക്റ്റും നേരത്തെ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി അത് പൊസസീവിലേക്ക് വരുമ്പോ കഴിഞ്ഞ പാഠം ഓർക്കണം. ഇപ്പൊ കഴിഞ്ഞത് അപ്പൊ എന്ത് വരും? മൈ വരും, മൈൻ വരും അല്ലെ? മൈ എന്നും മൈൻ എന്നൊക്കെ പൊസസീവ് ആയിട്ട് വരും. ഓക്കെ ആയോ? ഇനി വി ആണെങ്കിലോ? വി ആവുമ്പോൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്തെന്നാ? അസ് ആണ് അല്ലെ? അപ്പോ പൊസസീവ്നെസ് വരുമ്പോ എന്ത് വരും? ഔസ് അല്ലെ? ഞങ്ങളുടേത് എന്ന് വരും. ഇത് ഞങ്ങളുടേതാണ് അല്ലെ? യു ആണെങ്കിലോ? യു തന്നെയാണല്ലേ?
ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് വെച്ചാല്. അപ്പൊ പൊസസീവ്നെസ് വരുമ്പോ എന്ത് വരും? നിങ്ങളുടേത് അല്ലെ. ഹി, ഷീ, ഇറ്റ് അല്ലെ. ഇതൊക്കെ വരുമ്പോഴോ, ഹി, ഷീ ഒക്കെ വരുമ്പോഴോ, ഹി വരെയാണെങ്കിൽ എന്ത് വരും? ഹിമ്മാണ് അല്ലെ. ഒബ്ജക്റ്റ് ഹിം അല്ലേ. നോക്കിയേ, ഒബ്ജക്റ്റ് എന്താ പറഞ്ഞേന്ന്? ഹിസ് എന്ന് പറഞ്ഞു അല്ലെ. ഹിം എന്നല്ലേ പറഞ്ഞത് ഒബ്ജക്റ്റ്? ആണ് അല്ലെ. ഹിം വരും. ഷീ ആണെങ്കില് ഹെർ വരും. ഇറ്റ് ആണെങ്കില് ഇറ്റ് തന്നെ വരും എന്ന് ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവില്. അതിന് പിന്നെ വരുന്ന എന്തൊക്കെയാണ്? ഹിസ് അല്ലെ. പൊസസീവ് വരുമ്പോ ഹിസ് എന്നും ഹെർ എന്നും ഇറ്റ്സ് എന്നും അല്ലെ. ഇറ്റ്സ് എന്നൊക്കെയാണ് വരുന്നത്. അതിൻ്റെത് അല്ലെ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. ഇറ്റ് എന്നും ഇറ്റ്സ് ഒക്കെ ഒന്ന് പറയാട്ടോ. ഇറ്റ്സ് എന്നൊക്കെ പറയാം. ഇല്ല, പൊസസീവില് ഇറ്റ് തന്നെ വരുള്ളൂ കേട്ടോ. ഇറ്റ്സ് വരൂല കേട്ടോ. ഇറ്റ് തന്നെ വരുള്ളൂ കേട്ടോ. ഹിസ്, ഹെർ, ഇറ്റ് പൊസസീവില് വരുന്നത്. ഇനി ദേ ആണ് വരുന്നതെങ്കിലോ? ഇനി അതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ദേ ആണ് വരുന്നതെങ്കിലോ? ദേ വരുമ്പോഴ് ഒബ്ജക്റ്റ് എന്നാ വരുന്നത്? ഒബ്ജക്റ്റ് ദം ആണെന്ന് നമുക്ക് നേരത്തെ അറിയാം അല്ലെ. അല്ല എന്ത് വരും? പൊസസീവ് അവരുടേത് എന്ന് വരും അല്ലെ. അവരുടേത് എന്ന് വരും. ദയോസ് എന്നാണ്. ദയോസ് അല്ലെ. എന്തുകൊണ്ട് ദയർ വന്നില്ല എന്ന് വെച്ചാല് അഡ്ജക്റ്റീവ് ഫോമിന് വരുമ്പോഴാണ് എന്ത് വരുന്നത്? ദയർ വരുന്നത് കേട്ടോ. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നാമവിശേഷണം കേട്ടോ. ആ നാമവിശേഷണ ഫോമിൽ വരുമ്പോൾ മാത്രമാണ് ദയർ എന്ന് വരുള്ളൂ. എന്തുകൊണ്ടാണ് ടീച്ചറെ ദയർ എന്ന് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ഉത്തരം അത് അഡ്ജക്റ്റീവ് ഫോമിലേക്ക് വരണം. എന്തുകൊണ്ടാണ് ഇറ്റ്സ് എന്ന് പൊസസീവില് വരാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അഡ്ജക്റ്റീവ് ഫോമിലാണെങ്കിൽ മാത്രമാണ് ഇറ്റ്സ് അവിടെ വരികയുള്ളൂ. ഓക്കെ. പിന്നെ അവിടെ എന്താണ്? ഐ വരുമ്പോഴും ഞാൻ പറഞ്ഞത് എന്താണ്? ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഏതാണ്? മീ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. പൊസസീവ് എന്നാണ് മൈ എന്നും മൈൻ എന്നും പറഞ്ഞത് അല്ലെ. അങ്ങനെയാണ്. എന്തുകൊണ്ട് മൈ എന്തുകൊണ്ട് വന്നില്ല? മൈ വരണ്ടേ? പൊസസീവിലാണെങ്കിൽ എന്റെ എന്നുള്ളത് വരണ്ടേ? എന്തുകൊണ്ട് അവിടെ പൊസസീവില് മൈ എന്ന് പറയാൻ? എന്താണ്? അഡ്ജക്റ്റീവ് ഫോമിലാണെങ്കിലാണ് അവിടെ എന്ത് വരികയുള്ളൂ? മൈ എന്നത് വരികയുള്ളൂ. അത് സാവധാനം നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ ആയോ ഇത്രേ? അപ്പൊ അടുത്ത ക്ലാസ്സില് നന്നായിട്ട് എന്താണ് ഇതിൽ നോട്ട് ഞാൻ തന്നേക്കാം. അടുത്ത ക്ലാസ്സിൽ ഒന്ന് റെഫർ ചെയ്തിട്ട് വരിക. നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ അല്ലെ. നെക്സ്റ്റ് ക്ലാസ് we will meet again. Then you should refer your books, your today's lessons. Then meet again. Okay. Okay, ma'am. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. വായിക്കുന്നു ഓണാക്കല്ലേ